അന്വേഷണ സംഘം മുൻ ചീഫ് ജസ്റ്റിസ് ലോധിയാണ് അതിൻ്റെ നേതൃത്വം. മലയാള മനോരമ അത് ഒന്നാം പേജിൽ ആദ്യ വാർത്ത, ലീഡ് വാർത്ത ആക്കുന്നത് കാണുക. IPL ഇനി പുതിയ പിച്ചിലായിരിക്കും. പഴയ പിച്ചൊക്കെ തൂത്തുവാരി വൃത്തിയാക്കാൻ പോകുന്നു. അഴിമതിയുടെ ചവറുകളെയൊക്കെ എടുത്ത് കളയാൻ പോകുന്നു. അതുമായി ബന്ധിപ്പിച്ച റിപ്പോർട്ട് വന്നിരിക്കുന്നു. റിപ്പോർട്ടിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്നലെ പുറത്താക്കപ്പെട്ടിരിക്കുന്നത്. വാതുവയ്പിൽ മെയ്യപ്പന് 60 ലക്ഷം രൂപ നഷ്ടമുണ്ടായി എന്ന വാദം അയാൾ ചെയ്ത കുറ്റം ലഘൂകരിക്കുന്നില്ല. ഇനി കുന്ദ്ര ചെയ്ത് എന്തൊക്കെ? വാതുവയ്പ്പുകാരുമായി നിരന്തരം ബന്ധപ്പെട്ട രാജകുന്ദ്ര രാജസ്ഥാൻ ടീമിൻ്റെ വിശ്വാസ്യത ഇല്ലാതാക്കി. വാതുവയ്പ്പുകാരെ തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഇടനിലക്കാരനായും പ്രവർത്തിച്ചു. അതുകൊണ്ട് ആജീവനാന്തം വിലക്ക് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അതിൻ്റെ 7 അയൽപക്കത്ത് അടുത്തുകൂടാ എന്നാണ് കമ്മീഷൻ്റെ നിരീക്ഷണം. ശ്രീശാന്തിൻ്റെ കേസ് അടുത്ത ആഴ്ചയിൽ നടക്കും എന്ന വാർത്തയും ഈ ഒന്നാം വാർത്തയ്ക്കൊപ്പം ഇന്ന് മനോരമ തന്നിരിക്കുന്നു. ക്രിക്കറ്റുമായി ബന്ധിപ്പിച്ച് ഇന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ ഇതൊക്കെയാണ്. MS വിശ്വനാഥൻ്റെ നിര്യാണ വാർത്തയാണ്. ഇറാനിയൻ പ്രസിഡന്റ് ഈ കരാറുമായി ബന്ധിപ്പിച്ച്, ഈ ധാരണയുമായി ബന്ധിപ്പിച്ച് പ്രതീക്ഷ പുലർത്തുന്നു. ആ വാർത്ത സിറാജ് തരുന്നത് കാണുക. ആണവ കരാർ നിർമ്മാണാത്മകമാണ്. അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗം ഊർജ്ജസ്വലമാക്കും. എന്നാൽ ഇസ്രയേലിൻ്റെ ചിരസമ്മത ശത്രുവാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാനും അമേരിക്കയും തമ്മിൽ ആണവരംഗത്ത് ഒരു ധാരണയിലെത്തുന്നത്, യോജിപ്പിലെത്തുന്നത് തീരെ സഹിക്കാത്ത ഒരു രാജ്യമാണ് ഇസ്രയേൽ. ഇസ്രയേൽ പ്രധാനമന്ത്രി ഇസ്രയേലിനാണ് ആണവായുധമുണ്ട്. ഇറാൻ അത് ഉണ്ടാകരുത് എന്ന് ഇസ്രയേൽ ആഗ്രഹിക്കുന്നു. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി അത് മറച്ചു വയ്ക്കുന്നില്ല. ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം ഈ ധാരണയെക്കുറിച്ച് ലോകം അത് ആഘോഷിക്കുമ്പോൾ, സമാധാനം വന്നുവെന്ന് ആശ്വസിക്കുമ്പോൾ, ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി ഇതിനെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്: ചരിത്രപരമായൊരു പിഴവാണിത്. ഇറാൻ കൈവരിക്കുന്ന മുന്നേറ്റം തീവ്രവാദത്തിന് സഹായകമാകും എന്നാണ് നെതന്യാഹു ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ഇതുമായി ബന്ധിപ്പിച്ച് നിരീക്ഷിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസമായി പൊതുവേദിയിൽ വരാത്ത ജയലളിത ഗുരുതരമായ രോഗത്തിന് വിധേയമായിരിക്കുന്നു എന്ന അഭ്യൂഹമാണ് മംഗളം തരുന്നത്. അതിങ്ങനെ: തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യത്തെക്കുറിച്ച് അഭ്യൂഹങ്ങൾ പരക്കുന്നു. 10 ദിവസത്തിലധികമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാത്ത ജയലളിതയ്ക്ക് ഗുരുതരമായ അസുഖമാണെന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ജയലളിതയ്ക്ക് ഗുരുതരമായ അസുഖമില്ല എന്ന് അവരുടെ പാർട്ടിയായ AIDMK അറിയിച്ചു. എന്നാൽ അസുഖമില്ലെന്നതിന് തെളിവ് ഹാജരാക്കണമെന്നാണ് പ്രതിപക്ഷമായ DMK ആവശ്യപ്പെടുന്നത്. സാധാരണ അസുഖമുണ്ട് എന്നതിനാണ് തെളിവ് ഹാജരാക്കേണ്ടതെങ്കിൽ ഇവിടെ അസുഖമില്ല എന്നതിന് തെളിവ് എവിടെയെന്ന് ചോദിക്കുന്നു കരുണാനിധി. ജോർജിനെ MLA അല്ലാതാക്കാൻ പോകുന്നു. ആ വാർത്തയാണ് പത്രലോകം ഇന്ന് തന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വിമർശക ജിഹ്വ ആയിരുന്നു PC ജോർജ്. അദ്ദേഹം ഇപ്പോൾ നിശബ്ദനാണെങ്കിലും PC ജോർജിനെ അയോഗ്യനാക്കാൻ മാണി ഗ്രൂപ്പ് തീരുമാനിച്ച വാർത്ത എല്ലാ പത്രങ്ങളോടുമൊപ്പം മാധ്യമം ഒന്നാം പേജിൽ തന്നിരിക്കുന്നു കാണുക. PC ജോർജിനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തീരുമാനിച്ചു. ചൊവ്വാഴ്ച രാത്രി KM മാണിയുടെ വസതിയിൽ ചേർന്ന പാർട്ടി ഉന്നതാധികാര സമിതിയാണ് തീരുമാനമെടുത്തത് എന്ന് ഈ വാർത്ത നമ്മോട് പറയുമ്പോൾ തന്നെ മൂക്കിൽ കയറ്റിക്കളയുമെന്ന് പേടിപ്പിക്കുകയൊന്നും ചെയ്യരുത് എന്നാണ് PC ജോർജ് ഇക്കാര്യത്തിൽ ഇതുവരെ എടുത്തിട്ടുള്ള നിലപാട്. നാളെ അതെന്താവും എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. കാരണം ആള് PC ജോർജാണ്. ചട്ടങ്ങൾ മറികടന്നുള്ള ചെയ്തിയുടെ പേരിൽ കാലിക്കറ്റ് ചാൻസലർ, പ്രോ വൈസ് ചാൻസലർ, കാലിക്കറ്റ് വൈസ് ചാൻസലറും പ്രോ വൈസ് ചാൻസലർ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്ന് വിജിലൻസ് ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യത്തിനെ അംഗീകരിച്ചിരിക്കുന്നു ഗവർണർ. അതാണ് നിയമപരമായ രീതി. ആ വാർത്തയാണ് ദേശാഭിമാനി ഒന്നാം പുറത്തു വരുന്നത് കാണുക. ചട്ടങ്ങൾ മറികടന്ന് എഞ്ചിനീയറിംഗ് പ്രാക്ടിക്കൽ പുനഃപരീക്ഷ നടത്താൻ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ നടത്തിയതിന് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറുടെയും പ്രോ വൈസ് ചാൻസലറുടെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ ചാൻസലർ കൂടിയായ ഗവർണർ അനുമതി നൽകി. വിജിലൻസ് ഡയറക്ടർ വിൻസെൻ്റ് എം പോളിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് VC ഡോക്ടർ M അബ്ദുൽ സലാമിനും PVC-K രവീന്ദ്രനാഥിനുമെതിരെ നിയമ നടപടികൾ ഗവർണർ ജസ്റ്റിസ് P സദാശിവം നിയമ നടപടികൾക്ക് ജസ്റ്റിസ് സദാശിവം അനുമതി നൽകിയത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു.